നേതാവാണ്. ശരിയാണ് ശ്രീ എന്തെങ്കിലും തരത്തിൽ റെജി ലൂക്കോസ്. ഇങ്ങനെ അടിസ്ഥാനത്തിലല്ല തെളിവില്ലാത്ത ആരോപണങ്ങൾ അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. അതാണ് ഷാഫി അക്കാര്യത്തിൽ പറഞ്ഞതും വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇത് തുടരുമെന്ന്. അപ്പോൾ CPM അങ്ങനെ ഫോക്കസ് അങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ്. അത് ശരിയല്ല. അത് അല്ല, ഇതിനകത്ത് എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ട് DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ DCC പ്രസിഡന്റ് നിസ്സഹായനാണ്. അദ്ദേഹം ഇന്നലെ രാവിലെ പറഞ്ഞെന്നറിയോ, എന്നെ അറിയിച്ചിട്ടില്ല, DCC ഒന്നും അറിയിച്ചിട്ടില്ല, വരുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയുക. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം കോൺഗ്രസിലും സസ്പെൻഡ് ചെയ്തയാളല്ലേ. അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ MLA അദ്ദേഹം ന്യായീകരിച്ചു വരുന്നത്? അപ്പൊ ഈ രണ്ടും കൂടെ നോക്കുമ്പോഴത്തെ അതിനകത്തൊരു കോൺട്രവേഴ്ഷ്യൽ അല്ലേ? അതെല്ലാം പോട്ടെ. എന്റെ ചോദ്യം മഞ്ജുഷ ഇതേ ഉള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കിയത്? എന്തിനാണ് പാർലമെന്ററി പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത്? എന്തിനാണ് അദ്ദേഹത്തിനെ പ്രാഥമിക അംഗത്തിൽ നിന്നും താൽക്കാലികമായിട്ടാണ് പുറത്താക്കിയത്? അപ്പോൾ ഈ പാർട്ടിക്ക് അതിനോട് യാതൊരു ബന്ധവുമില്ല. അത് ഓൺ ചെയ്തിരിക്കുന്നു ആര്? VD സതീശൻ ശക്തമായ രീതിയിൽ തങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് തീരുമാനം എന്ന് പറയുന്നു. അപ്പൊ പാലക്കാട് വെച്ചത് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇയാളെ അക്കമ്പനി ചെയ്യുന്നത്? ഞാൻ ഷാഫിലേക്ക് തന്നെ വരുന്നത്, എങ്ങനെയാണ് അക്കമ്പനി ചെയ്യുന്നത്? ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്താ? ഇന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വടകരയിൽ 6 ദിവസങ്ങൾ ഈ വിഷയം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ടിപ്പോൾ ഈ മനുഷ്യനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഷാഫി പറമ്പിൽ പറഞ്ഞ മറുപടി എന്താണ്? ഇന്ന് പാലക്കാട് വെച്ച് ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകക്ഷിയായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, നേരത്തെ പടിക്കൽ പറഞ്ഞ പോലെ സക്സസർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിനെ അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലൊരു പബ്ലിക് ഉണ്ട്. ഇത്തരക്കാരെ താങ്ങുന്നവരെ അവർ സ്വാഭാവികമായിട്ടും അവർ ഓഡിറ്റ് ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയും. ഇന്നലെ നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലെ ഒരു ലീഡിംഗ് ചാനല് പാലക്കാട് ഒരു പ്രമുഖ കോളേജിൽ പെൺകുട്ടികളായിട്ട് നടത്തിയ ഒരു അരമണിക്കൂർ എപ്പിസോഡിൽ ഇയാളുടെ പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടികള് ഡിഗ്രി കുട്ടികളാ, അവർ പലരും കഴിഞ്ഞ ഷോട്ട് ചെയ്തെന്നാ പറഞ്ഞത്. അവര് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടായിരുന്നോ? ഇന്നും അത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലുണ്ട്. അവര് മുഴുവൻ ഇയാളെ തള്ളിക്കളയുവാണ്. ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ കളങ്കരേതിനായിട്ട് വന്ന് വോട്ടിംഗ് മേടിച്ചിട്ട് ഇപ്പോൾ അയാൾ കാണിക്കുന്ന പ്രവൃത്തികള് ഞങ്ങളുടെ മണ്ഡലത്തിൽ നാണക്കേടെന്നാണ് കുട്ടികൾ മുഴുവൻ പറയുന്നത്. ഞാൻ അങ്ങോട്ട് അയച്ചത് അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ്. അത് ശ്രീധോണിക്കലും ബഹുമാനപ്പെട്ട റെജിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രമുഖ ചാനല. അപ്പൊ ജനങ്ങളിൽ എന്ന് പറഞ്ഞൊരു വിഭാഗം, അവരുടെ മനസ്സ് ഏത് രീതിയിലുള്ള അളവുകൾ വെച്ച് ജസ്റ്റിഫൈ ചെയ്താലും ജനങ്ങളുടെ മനസ്സിനെ ഒരിക്കലും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇയാളെ പോലെ ഒരാളെ വടകരയിൽ പാലക്കാട് കൊണ്ടുവന്ന് വീണ്ടും അടിച്ചമർത്തി ഇയാൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രചരണം നടത്തി ഇയാൾക്ക് കാവൽക്കാരെ ഏർപ്പെടുത്തുന്നത് ഒരു അധമ പ്രവൃത്തി തന്നെയാണ്. പക്ഷെ അതിന് ബംഗളൂരു ട്രിപ്പ് അടിക്കാമോ എന്നൊക്കെ ചോദിച്ച് പരാമർശം നടത്തുമ്പോൾ അതാണ് പറയുന്നത്, അതൊരു അധിക്ഷേപം എന്നതിനപ്പുറം എങ്ങനെ കാണാൻ കഴിയും? തെളിവുകളില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത് EN സുരേഷ് ബാബു എന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി. പക്ഷെ ഞാൻ മഞ്ജുഷോട് ചർച്ചയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. വ്യക്തിപരമായിട്ട് ആരെ ആക്ഷേപിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഇത് വ്യക്തി അധിക്ഷേപമാണല്ലോ. നമ്മൾ വിമർശിക്കും. വിമർശനമല്ല, ഇത് വ്യക്തി അധിക്ഷേപമാണ്. അല്ലല്ല, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ അറിയാതെ തെറ്റിദ്ധരിക്കും. നമ്മൾ വ്യക്തിപരമായിട്ട് ആക്രമിക്കില്ല, പക്ഷെ നിലപാടുകളെ നമ്മൾ വിമർശിക്കും, അത് ശക്തമായിട്ട് വിമർശിക്കും. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അവസാനത്തെ ബൈറ്റ് നിങ്ങൾ ഇന്ന് കാണിക്കാതെ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ നിഷേധിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് തെളിവ് തരുമെന്ന് പറഞ്ഞു. പറഞ്ഞു നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇനി അദ്ദേഹം പറഞ്ഞ നുണയാണെന്നുണ്ടെങ്കിൽ പാർട്ടി തീരുമാനം എടുക്കട്ടെ, അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞെങ്കിൽ. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ഗുരുതരമായ ഒരു സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയമായി 38 ദിവസം അദ്ദേഹം വീട്ടിലിരുന്നിട്ട് വീണ്ടും തന്നെ നിയോജകമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ വോട്ട് ചെയ്ത് വോട്ടർമാരെ കാണാമെന്ന് പറഞ്ഞാൽ അതേ വോട്ടർമാർ പറയുന്നു അയാൾ ഇനി ഇവിടെ വരാൻ പാടില്ല, അയാൾ ഞങ്ങളെ അപമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാളെ കെട്ടി എഴുന്നള്ളിക്കാൻ, പാർട്ടി പുറത്തേക്ക് ആളെ കെട്ടി എഴുന്നള്ളിക്കാൻ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എങ്ങനെയാണ് അയാളോടൊപ്പം യാത്ര ചെയ്യുന്നത്? കോൺഗ്രസിന്റെ ഈ പിന്തുണയ്ക്കുന്ന നേതാക്കളുണ്ടല്ലോ, ഈ ഊരുവിളക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന നേതാക്കൾ, അവർക്കെങ്കിലും പറയാമായിരുന്നു തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ, നിങ്ങൾ ആരോപണങ്ങളാണെന്നാണല്ലോ പറയുന്നത്, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ. അത് പറയുന്നില്ല. നോക്കൂ, നോക്കൂ, ഇത് നമ്മൾ 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ ഒരു ഭാഗത്ത് ഇന്ന് ബഹുമാന്യനായ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ നീചമായ ഒരു ആരോപണം, ഇതിലൊന്നും ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു മനുഷ്യനെതിരെ ആരോപണം ഉന്നയിച്ചത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നു. അപ്പോൾ അതിനെതിരെ ആ പാർട്ടി യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. ഇനി രണ്ടാമത്തെ കാര്യം,
ഓരോ വ്യക്തിക്കും, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ വ്യക്തിക്കും അവരുടെ ചില അവകാശങ്ങളുണ്ട്. ഒരു പൗരനെന്നുള്ള നിലയിൽ നമ്മളൊരു റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ഇവിടെ ആർക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കാം. പക്ഷേ ആ ആരോപണം നിയമപരമായ മാർഗങ്ങളിലൂടെ തെളിയിക്കുന്നത് വരെ അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമേ ആകുന്നുള്ളൂ. അയാളൊരു കുറ്റവാളിയാകുന്നില്ല. ഇവിടെ ഒരാളിൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ആ കുറ്റം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ റജി, താങ്കളൊരു മാന്യാന്വേഷണം എനിക്കറിയാം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിർഭയ ക്രൂരമായ രീതിയിൽ ബസ്സിൽ വെച്ച് കൊലയപ്പെട്ടു. നിർഭയയുടെ പരാതി പ്രകാരമാണോ അന്ന് എഫ്ഐആർ ഇട്ട് ഉമാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്? ഇനി വേണ്ട, ഗോവിന്ദസ്വാമി ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് താഴെ ഇട്ട് ബലാത്സംഗം ചെയ്ത് നീചമായിട്ട് കൊന്നു. ആ പെൺകുട്ടിയുടെ പരാതി അനുസരിച്ചാണോ എഫ്ഐആർ ഇട്ടത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചത് റെജി ലൂക്കോസ് അല്ല, ഈ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങള്. ശരി, ഞാനതിന് മറുപടി പറയാം. ബഹുമാന്യനായ റെജി ലൂക്കോസ്, അങ്ങ് മനസ്സിലാക്കേണ്ടത് അത് ഒരു കോഗ്നൈസബിൾ ഒഫൻസാണ്, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ക്രിമിനൽ ഒഫൻസിൽ നടപടിയെടുക്കാം. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു MLA, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു MLAക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് പരാതിക്കാർ? എന്ത് കുറ്റമാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? പോലീസ് അന്വേഷണം നടക്കുന്നു. ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെതായ അവകാശമില്ലേ? ആ മനുഷ്യൻ ഒരു ഇന്ത്യയിലെ പൗരനല്ലേ? ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അദ്ദേഹത്തിന് ബാധകമല്ലേ? നിങ്ങൾ രാഷ്ട്രീയമായി മുതലെടുത്തുകൊള്ളൂ. പക്ഷേ ഏതൊരു പൗരനായാലും, അത് മാർക്സിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവരുമാകട്ടെ, അവർക്ക് പ്രാഥമികമായിട്ട് ചില അവകാശങ്ങളുണ്ട്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കേണ്ടതായിട്ടൊരു ആവശ്യമില്ല. കാരണം അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ആ ഒറ്റ വാചകം പറഞ്ഞാൽ മതിയല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന്. നോക്കൂ, ഒരു പൗരൻ്റെ അവകാശങ്ങൾ, നീതിന്യായ വ്യവസ്ഥയിൽ നിയമവാഴ്ച എല്ലാവർക്കും തുല്യമാണ്. ഏത് ഉന്നതനായാലും ശരി. അതിനാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ആ റൂൾ ഓഫ് ലോ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാനും അദ്ദേഹത്തെ ഇനി ഇൻ കേസ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ, പൊതുസമൂഹം, കേരളത്തിലെ പൊതുസമൂഹത്തിന് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തീരുമാനമെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു കുറ്റം നമ്മൾ ആരോപിക്കുമ്പോൾ ഈ നിയമത്തിന്റെ വഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ തീരുമാനമായിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമായി ശ്രീ ബി റജി, അല്ലെങ്കിൽ സതീശൻ ഇത്രമാത്രം പറയില്ലായിരുന്നു. പരാതികളുടെ വ്യാപ്തി അത്രത്തോളം ഉണ്ട്. അങ്ങ് ഇത് അറിയാതെ പറയുകയല്ല. അത് ഒരു രാഷ്ട്രീയ ധാർമ്മികത മാത്രമല്ല, രാഷ്ട്രീയ ധാർമ്മികത മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രേ പറയുമായിരുന്നുള്ളൂ, പരാതി കിട്ടി, ആ പരാതി ബോധ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നു. അതിനെ പറയാമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്, കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാഥമികമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ എതിരാളികൾ മുതലെടുപ്പ് നടത്താതിരിക്കണം. അപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ടുള്ള ഒരു മനുഷ്യനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു മുനെ ഒടിക്കുക. ഒന്ന്. രണ്ട്, രാഷ്ട്രീയമായ ഉന്നതമായ ധാർമ്മിക നിലവാരം, കോൺഗ്രസ് എക്കാലത്തും പുലർത്തുന്ന ആ ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മിക ബോധം, അത് അരക്കിട്ടുറപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഒരു ആരോപണം ഉയർന്നു വരുന്നത്.